Hi all, today we are going to discuss about valence bond theory of coordination complex. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിലെ മെറ്റൽ ലിഗാൻഡ് ബോണ്ടിംഗ് നേച്ചർ, സ്ട്രക്ചർ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്നിവ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറി. ദിസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ പോളിംഗ് ആൻഡ് സ്ലേറ്റർ ഇൻ 1935. ലെറ്റ് us കൺസിഡർ ദ മെയിൻ പോസ്റ്റുലേറ്റ് ഓഫ് ദിസ് തിയറി. എന്താണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ? കോർഡിനേഷൻ കോംപ്ലക്സിൽ ഒരു മെറ്റലും ഉണ്ടായിരിക്കും, ലിഗാൻഡും ഉണ്ടായിരിക്കും. മെറ്റലിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണോ അതിനനുസരിച്ച് വേക്കൻ്റ് ആയിട്ടുള്ള എസ് പി ഡി ഓർബിറ്റൽസിനെ മെറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഫോം ചെയ്യുന്ന വേക്കൻ്റ് ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷൻ നടത്തുകയും അതിൻ്റെ ഫലമായി എ സെറ്റ് ഓഫ് ന്യൂ ഇക്വവാലൻറ്റ് ബോണ്ടിങ് ഓർബിറ്റൽസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ആ ഓർബിറ്റൽസിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ ജോമെട്രി ഡിറ്റർമൈൻ ചെയ്യാൻ ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൽ മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ബോണ്ടിങ് ഉണ്ടാവുന്നത്? അതിനു മുമ്പ് എന്താണ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ, ലിഗാൻഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനി സ്പീഷീസ് ദാറ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ലോൺ പെയർ ആൻഡ് ഹാവ് ദ എബിലിറ്റി ടു ഡൊണേറ്റ് ദിസ് ലോൺ പെയർ ഇൻ ടു എ മെറ്റൽ ആറ്റം ഓർ കാറ്റയോൺ. അതായത് ലിഗാൻഡിന് എന്തുണ്ടായിരിക്കും? അറ്റ്ലീസ്റ്റ് ഒരു ലോൺ പെയർ എങ്കിലും ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ മെറ്റലിൻ്റെ കയ്യിൽ എന്തുണ്ട്? വേക്കൻ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസും ഉണ്ട്. അപ്പോൾ ലിഗാൻഡിൻ്റെ ഈ ഫിൽഡ് ഓർബിറ്റലും മെറ്റലിൻ്റെ വേക്കൻ്റ് ഹൈബ്രിഡ് ഓർബിറ്റൽസും കൂടി ഓവർലാപ്പ് ചെയ്യുകയും അതുവഴി മെറ്റലും ലിഗാൻഡും തമ്മിൽ ഒരു കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. വാലൻസ് ബോണ്ട് തിയറി പ്രകാരം പോളിംഗ് ലിഗാൻസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സ്ട്രോങ് ലിഗാൻസ് ആൻഡ് വീക്ക് ലിഗാൻസ്. സ്ട്രോങ് ലിഗാൻഡ് എക്സാമ്പിളാണ് CN-CO പോലുള്ള ലിഗാൻസ്, ആൻഡ് വീക്ക് ലിഗാൻസിന് എക്സാമ്പിൾ F-Cl- എക്സെട്ര. ഇനി എന്താണ് സ്ട്രോങ് ലിഗാൻഡ് ഓർ എന്താണ് വീക്ക് ലിഗാൻഡ്? സ്ട്രോങ് ലിഗാൻഡ് ആണ് എങ്കിൽ അവിടെ നമ്മുടെ മെറ്റലിൻ്റെ ഡി ഇലക്ട്രോൺസിൻ്റെ പെയറിംഗ് നടക്കും. ഇനി വീക്ക് ലിഗാൻഡ് ആണ് എങ്കിൽ ഇത്തരത്തിലൊരു പെയറിംഗ് നടക്കുന്നില്ല. Therefore, strong ligand can be defined as a ligand which have the tendency to pair up the d electrons of metal, and weak ligands do not have the tendency to pair up d electrons. നെക്സ്റ്റ് പോസ്റ്റിലേറ്റ് പറയുന്നത് ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ ജോമെട്രിയെ കുറിച്ചാണ്. ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ഒക്ടാഹെഡ്രൽ ആണ് എങ്കിൽ, അതായത് അവിടെ സെൻട്രൽ മെറ്റൽ ആറ്റവും കൂടെ 6 ലിഗാൻസും ഉണ്ടായിരിക്കും. അത്തരത്തിലൊരു കോംപ്ലക്സിന് either D2sp3 or sp3d2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി D2sp3 ഹൈബ്രിഡൈസേഷൻ ആണ് എങ്കിൽ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഡി ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇന്നർ ഷെൽ, അതായത് n-1th ഡി ഓർബിറ്റൽ ആയിരിക്കും. ഇത്തരം കോംപ്ലക്സുകളെ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സസ് എന്ന് വിളിക്കുന്നു. ഇനി sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് എങ്കിൽ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഡി ഓർബിറ്റൽ ND, അതായത് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ ആയിരിക്കും. ആ കോംപ്ലക്സിനെ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സസ് എന്നും വിളിക്കുന്നു. ഇനി നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ് എങ്കിൽ sp3 ഹൈബ്രിഡൈസേഷനും സ്ക്വയർ കോംപ്ലക്സ് ആണ് എങ്കിൽ DsP2 ഹൈബ്രിഡൈസേഷനുമായിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ്, കോർഡിനേഷൻ കോംപ്ലക്സസിനെ വാലൻസ് ബോണ്ട് തിയറി പ്രകാരം പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൽ അൺപെയർഡ് ഇലക്ട്രോൺ പ്രസന്റ് ആണ് എങ്കിൽ അവർ പാരാമാഗ്നറ്റിക് ബിഹേവിയറും, ഇനി അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല എങ്കിൽ, അതായത് എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ് എങ്കിൽ അവർ ഡയാമാഗ്നറ്റിക് കോംപ്ലക്സും ആയിരിക്കും. വാലൻസ് ബോണ്ട് തിയറി പ്രകാരം ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ ജോമെട്രി നമുക്ക് നോക്കാം. എക്സാമ്പിൾ COCN6 3-. ഈ ഒരു കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് കൊബാൾട്ടും ലിഗാൻഡ് CN-ഉമാണ്. നോർമലി കൊബാൾട്ടിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3d7 ഇനി COCN6 3- കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. Therefore, the electronic configuration changes into 3d6. ഈ ഒരു കോംപ്ലക്സിലെ ലിഗാൻഡ് ഏതാണ്? CN-. എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ പെയറിംഗ് ഓഫ് ഡി ഇലക്ട്രോൺസ് നടക്കും. അതുവഴി ഡിയിൽ 2 വേക്കൻ്റ് ഓർബിറ്റൽസ് അവൈലബിൾ ആവും. ഈ 2 ഓർബിറ്റൽസും 4sൻ്റെ ഓർബിറ്റലും 4pയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഹൈബ്രിഡൈസേഷൻ നടത്തുകയും D2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഈ D2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ലിഗാൻഡിൻ്റെ ഫിൽഡ് ഓർബിറ്റലുമായി ഓവർലാപ്പ് ചെയ്യുന്നത് വഴി കൊബാൾട്ടും CN- ലിഗാൻഡും തമ്മിൽ ഒരു കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത് COCN6 3- എന്ന് പറഞ്ഞ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഇവിടെ D2sp3 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും.
Let us consider NaCl4 2- as an example. NaCl4 2- സെൻട്രൽ മെറ്റൽ ആറ്റം നിക്കലാണ്. നിക്കലിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d8 ഇനി ഈ ഒരു കോംപ്ലക്സിലേക്ക് വരുമ്പോൾ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയി മാറുന്നുണ്ട്. Therefore, the electronic configuration also changes into 3d8. ഇവിടുത്തെ ലിഗാൻഡ് Cl- എന്ന് പറയുന്നത് ഒരു വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ പെയറിംഗ് ഓഫ് ഡി ഇലക്ട്രോൺസ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദ 4s ഓർബിറ്റലും 4p ഓർബിറ്റലും തമ്മിൽ ഹൈബ്രിഡൈസ്ഡ് ചെയ്തിട്ട് sp3 ഹൈബ്രിഡ് ഓർബിറ്റേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഈ sp3 ഹൈബ്രിഡ് ഓർബിറ്റേഴ്സ് ക്ലോറിൻ ലിഗാൻഡുമായി ഓവർലാപ്പ് ചെയ്യുന്നത് വഴി അവിടെ നിക്കലും ക്ലോറിനും തമ്മിൽ ഒരു കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. വാലൻസ് ബോണ്ട് തിയറി യൂസ് ചെയ്തിട്ട് ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ സ്ട്രക്ചർ, മെറ്റൽ ലിഗാൻഡ് ബോണ്ടിങ് നേച്ചർ, അതുപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്നിവ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നമ്മളിപ്പോൾ കണ്ടു. എന്നിരുന്നാലും ഈ തിയറിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ലെറ്റ് us consider the limitations of വാലൻസ് ബോണ്ട് തിയറി. ഈ ഒരു തിയറി പ്രകാരം ലിഗാൻഡ്സിനെ സ്ട്രോങ് എന്നും വീക്ക് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഏത് ലിഗാൻഡാണ് സ്ട്രോങ്, ഏത് ലിഗാൻഡാണ് വീക്ക് എന്ന് പറയാൻ വാലൻസ് ബോണ്ട് തിയറിക്ക് കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ്, സ്ട്രോങ് ലിഗാൻഡ്സ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസിന്റെ പെയറിംഗ് നടക്കും. വീക്ക് ലിഗാൻഡ്സ് ആണെങ്കിൽ ഈ ഒരു പെയറിംഗ് നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ ഇലക്ട്രോൺ പെയറിംഗ് നടക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാലൻസ് ബോണ്ട് തിയറിക്ക് കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ്, ഒരു കോംപ്ലക്സിന്റെ കളറ്, റിയാക്ഷൻ റേറ്റ്, മെക്കാനിസം ഓഫ് റിയാക്ഷൻ എന്നിവയെക്കുറിച്ചൊന്നും വാലൻസ് ബോണ്ട് തിയറി പറയുന്നില്ല. ഈ ഒരു തിയറി യൂസ് ചെയ്തിട്ട് ഒരുപാട് കോംപ്ലക്സിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും ചില കോംപ്ലക്സിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വാലൻസ് ബോണ്ട് തിയറിക്ക് കഴിയുന്നില്ല. എക്സാമ്പിളാണ് CuNH3 4 3+. This is all about valence bond theory. Thank you.